സർവം കൃഷ്ണാർപ്പണമസ്തു. പാണ്ഡവർ വനവാസത്തിലായിരുന്ന കാലം ഒരു ദിവസം ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കേശവ, ഒരു കുടുംബം എങ്ങനെയായിരിക്കണം? ബന്ധങ്ങൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? അപ്പോൾ കൃഷ്ണൻ ഒരു കഥ പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ പ്രായമായ ഒരു കർഷകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. എല്ലാവരും നല്ലവരായിരുന്നു. പക്ഷേ ഓരോരുത്തരും സ്വന്തം അഭിപ്രായങ്ങളെയാണ് വലുതായി കണ്ടത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ തമ്മിൽ വഴക്കിട്ടു. വീട്ടിൽ സമാധാനമില്ലാതെയായി. ഒരു ദിവസം ആ പിതാവ് 4 മക്കളെയും വിളിച്ചു. ഓരോരുത്തർക്കും ബലമുള്ള ഓരോ വടി കഷണം നൽകി. അത് ഒടിക്കാൻ പറഞ്ഞു. അവർ എളുപ്പത്തിൽ ഒടിച്ചു. പിന്നീട് അദ്ദേഹം അതേപോലെ തന്നെ ബലമുള്ള 4 വടിക്കഷ്ണങ്ങൾ ഒരുമിച്ച് കെട്ടി അത് ഓരോരുത്തരുടെയും കയ്യിൽ നൽകി. എത്ര ശ്രമിച്ചിട്ടും അതിലൊരാൾക്ക് പോലും ആ കെട്ട് ഒടിക്കുവാനായില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, ഒറ്റയ്ക്കു നിൽക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും നിങ്ങളെ തകർക്കും. പക്ഷേ ഒരുമയോടെ നിന്നാൽ വലിയ പ്രശ്നങ്ങൾ പോലും നിങ്ങളെ വീഴ്ത്താനാവില്ല. കഥ പറഞ്ഞ ശേഷം ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ ഉപദേശിച്ചു. കുടുംബ ബന്ധങ്ങൾ രക്തബന്ധം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതല്ല. പരസ്പര ബഹുമാനവും ക്ഷമ, സ്നേഹം, വിട്ടുവീഴ്ച, പരസ്പരം കേൾക്കാനുള്ള മനസ്സ്, ഇവ കൊണ്ടാണ് ഒരു കുടുംബം ശക്തമായി നിലനിൽക്കുന്നത്. ഓരോരുത്തരും എപ്പോഴും സ്വയം ജയിക്കാൻ ശ്രമിക്കുന്ന വീട്ടിൽ സമാധാനം നഷ്ടപ്പെടും. ചിലപ്പോൾ ശരിയായവനായിരിക്കും മൗനം പാലിക്കേണ്ടി വരും. ചിലപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ചിരിക്കേണ്ടി വരും. വീട്ടിലെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. എന്നാൽ ഒരേ മനസ്സോടെ പരസ്പരം കരുതണമെന്നത് അനിവാര്യമാണ്. ഒരു മരം ഫലങ്ങൾ കൊണ്ട് മനോഹരമാകുന്നത് പോലെ ഒരു കുടുംബം സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് മനോഹരമാകുന്നത്. ബന്ധങ്ങൾ നിലനിർത്തുന്നത് വലിയ വാക്കുകൾ കൊണ്ടല്ല, ചെറിയ കരുതലുകൾ കൊണ്ടാണ്. അവസാനം കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുടുംബം എന്നത് ഒരുമിച്ച് താമസിക്കുന്നവരുടെ ഒരു കൂട്ടമല്ല. ഒരാൾ വീഴുമ്പോൾ മറ്റൊരാൾ കൈപിടിച്ച് ഉയർത്തുന്ന ഹൃദയങ്ങളുടെ കൂട്ടമാണ്. അവിടെ സ്നേഹമുണ്ടെങ്കിൽ വീട് സ്വർഗമാകും. അഹങ്കാരം കയറി വന്നാൽ കൊട്ടാരം പോലും നരകമാകും. ഭഗവാന്റെ ഈ ഉപദേശം യുധിഷ്ഠിരനോട് മാത്രമല്ല, നമ്മളോടും കൂടിയാണ്. ഹരേ കൃഷ്ണ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ മാധവ.